നമസ്കാരം. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യം തന്നെയാണ്. അതിനുശേഷമേ തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന് അവർ തറപ്പിച്ച് പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ ഗാസയിലെ ഒരു പ്രദേശത്ത് നിന്ന് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിലെ ഷാജയിൽ നിന്നാണ് ഹമാസിനെ അവർ തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെ ഹമാസുമായും മറ്റ് പലസ്തീൻ പ്രതിരോധ പോരാളികളുമായും 2 ആഴ്ചയോളം നടന്ന പോരാട്ടത്തിനൊടുവിൽ ഷജയയിൽ ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയമുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷജയയിൽ നടന്ന ഓപ്പറേഷനിൽ 200ഓളം ഭീകരന്മാരെ വധിച്ചു. ഒരു ഇസ്രായേൽ സൈനികനും ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനികനെ ഹമാസ് സ്നൈപ്പർ ഷൂട്ടിലാണ് വധിച്ചത്. ഷജയ ഹമാസിന്റെ തലച്ചോറും പ്രധാന ഭീകര താവളവും കൂടിയായിരുന്നു. ഷജയ മുഴുവൻ ഇപ്പോൾ ഒരു തകർന്ന നഗരമായി മാറി. കെട്ടിടങ്ങളൊന്നും തന്നെ അവിടെ തലയുയർത്തി നിൽക്കുന്നില്ല. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷൈറ ആശുപത്രിയും പൂർണ്ണമായും ഏതാണ്ട് നശിപ്പിച്ചു. തങ്ങളുടെ ദൗത്യം തീർന്നതിനാൽ ഇനി ഷജയയിൽ നിന്നും പിൻവാങ്ങുകയാണ് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയിൽ പിൻവാങ്ങൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 8 പ്രധാന തീവ്രവാദ തുരങ്കങ്ങൾ നശിപ്പിക്കപ്പെട്ടതാണ് അവകാശം. ഇനി ഇവിടെ ഭീകരന്മാർക്ക് ഉടൻ ക്യാമ്പുകൾ തുടങ്ങാൻ കഴിയാത്ത വിധമാണ് ഷജയ നഗരം തകർത്ത് തരിപ്പണമാക്കിയത്. കെട്ടിടങ്ങൾ മാത്രമല്ല, ഭൂമി പോലും ഇവിടെ ഇസ്രായേൽ സൈന്യം ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ്. തുരങ്കങ്ങൾ തകർക്കാനായി ഭൂമി പിളർക്കുന്ന വൻ സ്ഫോടനമാണ് നടത്തിയത്. നഹാൽ ഓസിനോട് തൊട്ടുകിടക്കുന്ന വടക്കൻ ഗാസയുടെ സമീപ പ്രദേശമായ ഷജയയിലാണിത്. ഈ പോരാട്ടത്തിൽ ഇവിടെ നിന്നും വിട്ടുപോകാൻ മടികാട്ടിയ പലസ്തീൻ നിവാസികൾ ഉണ്ടായിരുന്നു. അവരിൽ 1 ഡസനോളം പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരുടെ മൃതദേഹം നീക്കാൻ പോലും ആരും അങ്ങോട്ട് പോകുന്നതേയില്ല. അതും ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ ഉഴുതുമറിച്ച മണ്ണിനടിയിലായിട്ടുണ്ട്. മധ്യ ഗാസയിലെ ദെയർ അൽ ബലാഹ് പട്ടണത്തിലും നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ 6 കുട്ടികളും 3 സ്ത്രീകളും അടക്കം 20 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഡസൻ കണക്കിന് പേർക്കാണ് പരിക്കേറ്റത്. ഗാസ സിറ്റിയിൽ പലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം സിറ്റിയിലെ UN പലസ്തീൻ അഭയാർത്ഥി വിഭാഗം ഓഫീസിലും ബോംബിട്ടു. തുടർച്ചയായ 2ാം ദിവസവും മധ്യ ഗാസയിൽ കനത്ത ബോംബിംഗ് ആണ് നടന്നത്. വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് സുരക്ഷിതമെന്ന ഇസ്രായേൽ സൈന്യം അറിയിച്ചുള്ള മേഖലകളിലും കനത്ത ആക്രമണം നടന്നത്. ഇതോടെ പലവട്ടം ഒഴിപ്പിക്കപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർ വീണ്ടും പലായനം തുടങ്ങി. കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ ഖാൻ യൂനിസിന് സമീപം പലസ്തീൻ കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുള്ള സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളും അടക്കം 31 പേരോളം കൊല്ലപ്പെട്ടു. 50ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്കൂൾ മുറ്റത്ത് കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമീപം ബോംബ് വീഴുന്നതും കുട്ടികൾ ചിതറിയോടുന്നതുമായ വീഡിയോ അൽ ജസീറ ടിവിയാണ് സംപ്രേഷണം ചെയ്തത്. ഈ ആഴ്ചയാണ് ഗസ സിറ്റിയിൽ വീണ്ടും ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചതും ആക്രമണം കടുപ്പിച്ചതും. യുദ്ധത്തിന്റെ ആരംഭത്തിൽ ആദ്യം ടാങ്കുകൾ വളഞ്ഞത് ഗാസ സിറ്റിയായിരുന്നു. ഇവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്തെന്ന് അവകാശപ്പെട്ട സൈന്യം പിൻവാങ്ങിയതുമാണ്. ഹമാസ് വീണ്ടും സംഘം ചേർന്നെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആക്രമണം പുനരാരംഭിച്ചതും. അതേസമയം കഴിഞ്ഞ ദിവസം ദോഹയിൽ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവമായി. കഴിഞ്ഞ ദിവസം CIA ഡയറക്ടർ വില്യം ബേൺസ് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് അൽ സിസിയുമായി കൈറോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ ഇന്നലെ ദോഹയിലെത്തി. അതിനിടെ ജെറുസലം ആസ്ഥാനമായ ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നടത്തിയ സർവേയിൽ 85% ഇസ്രായേലികളും വെടിനിർത്തലിനെ അനുകൂലിച്ചു. 9 മാസത്തിനിടെ 60% ഹമാസുകളെയും ഇല്ലായ്മ ചെയ്തെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോയോ ഗാലന്റ് അവകാശപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 38,295 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 88,241 പേർക്കാണ് പരിക്കേറ്റത്. എന്തായാലും മധ്യസ്ഥ ചർച്ചകളുടെ ഫലമായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഫലമുണ്ടാകുമെന്ന് തന്നെ പ്രത്യാശിക്കുകയല്ലാതെ മറ്റൊരു വഴിയും കാണുന്നതുമില്ല. നന്ദി.